എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. ഒരാളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആത്മനിയന്ത്രണം. നിയന്ത്രണം ഇല്ലാതെ പലപ്പോഴും ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നുണ്ട് മനുഷ്യർ. ആത്മനിയന്ത്രണം ഇല്ലാത്ത മനുഷ്യന് കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ ഒക്കെ ഈ മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നിയന്ത്രിച്ച് നല്ല ചാലകത്തിലൂടെ നമ്മൾ വഴി നടത്തുമ്പോഴാണ് ജീവിതത്തിൽ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആത്മനിയന്ത്രണം ഇല്ലാത്ത മനുഷ്യർക്ക് പലപ്പോഴും ജീവിതത്തിൽ എടുത്തിയാട്ടം കൊണ്ട് കൂടുതൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളായിരിക്കേണ്ടുന്ന സ്ഥാനത്ത് നിന്ന് നമുക്ക് ക്ഷമയില്ലാതെ, നിയന്ത്രണമില്ലാതെ പെട്ടെന്ന് പെട്ടിയെടുത്തുകൊണ്ട് ഓടിപ്പോകുന്ന ആളുകളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ആത്മനിയന്ത്രണം ഉണ്ടെങ്കിൽ ചില അവസരങ്ങളിൽ, ക്ഷോഭിക്കുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഒക്കെ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ നാഴികക്കല്ലുകൾ സുഗമമായി താണ്ടുന്നവർ ആത്മനിയന്ത്രണമുള്ളവരാണ്. ചിരിക്കുന്നവരോട് ചിരിക്കാനും, കരയുന്നവരോട് കരയാനും, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്നാൽ കരയരുതാത്ത സാഹചര്യത്തിൽ കരയാതിരിക്കുവാനും, ചിരിക്കരുതാത്ത സാഹചര്യത്തിൽ ചിരിക്കാതിരിക്കുവാനും ഒക്കെ നമുക്ക് ആത്മനിയന്ത്രണം ഉള്ളവർക്കേ സാധിക്കുകയുള്ളൂ. അതുപോലെ ക്ഷോഭിക്കാതെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട സാഹചര്യങ്ങളിൽ അക്ഷോഭ്യമായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്ന ആത്മനിയന്ത്രണമുള്ളവർക്കാണ്. രാഷ്ട്രീയ സാമൂഹ്യ നിലകളിൽ നേതാക്കന്മാരായിട്ടുള്ളവർ, ജനങ്ങളെ നയിക്കേണ്ടി വരുന്നവർ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വലിയ അപജയം ഉണ്ടാകുന്നത് ആത്മനിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ്. ആത്മനിയന്ത്രണം പ്രാപിച്ചവർക്ക് വലിയ നിലകളിലെത്തുവാനായിട്ട്, മുൻനിരയിൽ നിന്ന് അനേകരെ നയിക്കുവാനായിട്ടൊക്കെ സാധിക്കും. പുകവലി നിർത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, പലപ്പോഴും സാധിക്കുന്നില്ല. മദ്യപാനത്തിൽ നിന്ന് കരകയറണമെന്നുണ്ട്, സാധിക്കുന്നില്ല. അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മാവിനെ നശിപ്പിക്കുന്ന മറ്റ് ചിന്തകൾ, വിചാരങ്ങൾ, ദുശീലങ്ങൾ അതൊക്കെയും മാറണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആത്മനിയന്ത്രണം ഇല്ലാത്തവർക്ക് സാധിക്കാതെ വരുന്നു. ആത്മനിയന്ത്രണം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുകവലി വേണ്ടെന്ന് വെച്ചാൽ അത് മാറ്റിവെക്കാനായിട്ട് സാധിക്കും. മദ്യപാനം അത് വേണ്ടെന്ന് വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ, സെൽഫ് കൺട്രോളിൽ ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് ഓരോ പടികളും കടന്നു കയറുവാനായിട്ട് സാധിക്കുന്നത്. ശരീരാത്മ മനസ്സുകളെ നിയന്ത്രിച്ചിട്ട് ശുഭചിന്തകളിലൂടെയും നല്ല സ്വപ്നങ്ങളിലൂടെയും നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിച്ചിട്ടുള്ള ആളുകൾ, അല്ലെ ആത്മനിയന്ത്രണം പ്രാപിച്ചിട്ടുള്ള ആളുകളാണ് നല്ല സമൂഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്, നല്ല നേതാക്കന്മാരായിട്ടുള്ളത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പാതി വഴിയിലിട്ടിട്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കേണ്ട ജീവിതം അത് ആത്മനിയന്ത്രണത്തിലൂടെ, നല്ല സ്വപ്നങ്ങളിലൂടെ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.